ഹലോ മക്കളെ, അപ്പം നമ്മുടെ +1 ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ പരീക്ഷ അല്ലേ. അപ്പോൾ ഇതിനകത്ത് വർക്ക് എനർജി പവർ മുതൽ തെർമോഡൈനാമിക്സ് വരെയാണ് സെക്കൻഡ് ടേം പോർഷൻസ് ആയിട്ട് പല സ്കൂൾസിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവസാനത്തെ 2 ചാപ്റ്റേഴ്സ്, അതായത് തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് തൽക്കാലം ഒന്നും പഠിച്ചു തുടങ്ങാത്ത മക്കൾ അത് മാറ്റി വെക്കുക. എന്നിട്ട് വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. പിന്നെ ഫസ്റ്റ് ടേം പോർഷൻസിൽ നിന്നും ഒരു 10-20% ചോദ്യങ്ങളും ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോവുക. പിന്നെ മിസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെറുതെ ഒരു ക്രിസ്മസ് പരീക്ഷ എഴുതാൻ പോകുന്നത് പോലെ പോകാതെ നമ്മൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇന്നും നാളെയും നിങ്ങൾക്ക് സമയമുണ്ട്. ബയോളജി സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് നന്നായി പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇപ്പം മിസ് വന്നിരിക്കുന്നത് വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ഡെറിവേഷൻസ്, തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഡെറിവേഷൻസ് ആണ്. ഈ ഡെറിവേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുമുണ്ട്, ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇന്നലെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് 2021 മുതൽ 2023 വരെയുള്ള ബോർഡ് എക്സാമിനേഷൻ, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ, ഈ 3 എക്സാംസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2021 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ സോളിഡ്സിൻ്റെ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും ഫ്ലൂയിഡ്സിൻ്റെയും ഗ്രാവിറ്റേഷൻ, വർക്കിൻ്റെ, റൊട്ടേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വർക്ക് എനർജി പവറിൽ നിന്നാണ് തുടങ്ങുന്നത്. വർക്ക് എനർജി പവറിൽ നിന്നും നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ട ഒരു ഡെറിവേഷനാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫ് വരുന്നത്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നും കൂടി പഠിച്ചു വെക്കണം കേട്ടോ. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. V = ½ kx² എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്കിൽ തന്നേക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഇലാസ്റ്റിക് വർക്ക് എനർജി പവറിലെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും പഠിക്കേണ്ട, ഞാൻ മിസ് പറയുന്നുണ്ടല്ലോ, ഫിസിക്സ് ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് ബോർഡ് എക്സാമിനും കൂടെ യൂസ്ഫുൾ ആകും. അപ്പോൾ അടുത്തത് റൊട്ടേഷണൽ മോഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ. 2 മാർക്കിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. dl ടോർക്ക് = dl/dt. ഇതാണ് റിലേഷൻ. ടോർക്ക് = dl/dt. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ഇത് നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെറിവേഷൻസ് ആയിട്ടും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് അടുത്ത ചാപ്റ്ററിലേക്ക് പോയിരിക്കുകയാണ്. ഏതാണ്? ഗ്രാവിറ്റേഷൻ. അപ്പോൾ റൊട്ടേഷൻ മോഷന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഡിലീറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ആകെ മെയിനായിട്ട് പഠിക്കാനുള്ള ഇതാണ്. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതൊക്കെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് പഠിക്കേണ്ട 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് ഡെറിവേഷൻസിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് വിത്ത് ഡെപ്ത് അല്ലേ, അത് നമ്മുടെ ഗ്രാവിറ്റേഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. അപ്പോൾ വിത്ത് ഹൈറ്റ് എന്ന് പറയുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ് വരിക? G' = G × 1 - 2h/r. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് വിത്ത് ഡെപ്ത്. ഇത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് വീഡിയോ തരാം. ഓക്കെ, വിത്ത് ഡെപ്ത് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G' = G × 1 - d/r ആണ്. d ആണ് ഡെപ്ത്. ഇവിടെ h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു ബോഡി എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതെങ്ങനെയാണ് കുറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇക്വേഷൻ ത്രൂ കാണിക്കുന്നത്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന്
പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഡെറിവേഷൻസ്. അത്ര എളുപ്പമാണ് കേട്ടോ. നമ്മൾ തീരെ പഠിക്കാതിരിക്കുന്നതുകൊണ്ടാണ്, ഫിസിക്സ് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. വളരെ സിമ്പിളാണെന്ന് തന്നെ വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പ്രത്യേകിച്ചും സ്റ്റേറ്റ് സ്റ്റുഡൻസിന് അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കാറുള്ളൂ കേട്ടോ. നമ്മൾ തീരെ പഠിക്കാത്തത് കൊണ്ടാണ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഇനി നാലാമത്തത് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അപ്പോൾ ഇത് നമ്മൾ 100% ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും പറയില്ല, പക്ഷേ ഗ്രാവിറ്റേഷനിൽ ആ ചാപ്റ്ററിനകത്ത് നിന്നും ഏതൊക്കെയോ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ കെപ്ലറിൻ്റെ 3 ലോയാണുള്ളത്: ലോ ഓഫ് ഏരിയ, ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് പീരിയഡ്. ഈ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയ ആണ്. അതായത് ദ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി എസ്കേപ്സ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു ബോഡി എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് എറിയുമ്പോൾ ആ ബോഡി ഒരിക്കലും തിരിച്ച് വരത്തില്ല, താഴേക്ക് വരത്തില്ല. ആ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് ഇത്രയാണ്: 11.2 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ കേട്ടോ. km/s, അതായത് ഒരു സെക്കൻഡിൽ ഈ ബോഡിക്ക് 11.2 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ആ ബോഡി ഒരിക്കലും തിരിച്ച് ഭൂമിയിലേക്ക് വരാതിരിക്കുക കേട്ടോ. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് the planets, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെലോസിറ്റി വിത്ത് വിച്ച് ദ സാറ്റലൈറ്റ്സ് റിവോൾവ്. അതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ആ ഓർബിറ്റിൽ അത് റിവോൾവ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പം എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ് വരിക: എസ്കേപ്പ് വെലോസിറ്റി √2gr എന്നാണ് ഇക്വേഷൻ. ഓർബിറ്റൽ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുക √g r ആണ്. ഇത് രണ്ടിൻ്റെയും ഡെറിവേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് വേറൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്: വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ടു ഓർബിറ്റൽ വെലോസിറ്റി. അതിനകത്ത് നിങ്ങൾക്ക് നോക്കാമല്ലോ, √g r രണ്ടിടത്തും കോമൺ ആണ് അല്ലേ. അപ്പം നമ്മളത് കട്ടായി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരിക? √2:1 ആണ് റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ടു ഓർബിറ്റൽ വെലോസിറ്റി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാവിറ്റേഷനിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഗ്രാവിറ്റേഷൻ കഴിഞ്ഞിട്ട് ഏതാ വരുന്ന ചാപ്റ്റർ? സോളിഡ്സ് ആണ്. അപ്പോൾ സോളിഡ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്നാണ്. അപ്പോൾ അതൊരു ഡെറിവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നന്നായി പഠിക്കുക. അതിനകത്ത് നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സോളിഡ്സ് പഠിക്കാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ, അപ്പോൾ അതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കുന്നുണ്ടാവില്ല, തിയറി നന്നായി പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മളെന്താ 2021 മുതൽ 2023 വരെയുള്ള ഓരോ വർഷത്തെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടത്തില്ലേ. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അറിയാണ്ട് തന്നെ ആ തിയറി അങ്ങ് പഠിച്ചങ്ങ് പോകും. അല്ലാണ്ട് തിയറി മൊത്തം പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കുറച്ചൊക്കെ തിയറി പഠിക്കുക, എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനകത്ത് നിന്ന് നിങ്ങൾ തിയറി അങ്ങ് പഠിക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വരുന്നത് ഏതാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോളിഡ്സിൻ്റെത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. സോളിഡ്സിൽ ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല. അടുത്ത വരുന്ന ഏതാണ്? ഫ്ലൂയിഡ്സിൽ വരുന്നത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. എന്താണ് പാസ്കൽസ് ലോ? നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ എല്ലായിടത്തേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. നമ്മൾ കാർ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? കാർ ഇങ്ങനെ ഒരു ഇതിൻ്റെ മേലെ, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ചില മോൾസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പാർക്കിംഗ് ഏരിയയിൽ കാർ ഇങ്ങനെ ഹൈറ്റിലേക്ക് കൊണ്ടുവെക്കുന്നതൊക്കെ അല്ലേ. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് ഫ്ലൂയിഡ്സിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പൈപ്പിൻ്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഏരിയ ഓഫ് ദ പൈപ്പ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും.
അല്ലേ? ഏരിയ ഓഫ് പൈപ്പ് കുറവാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഓസ് എടുക്കുകയാണ്. ഓസിൻ്റെ എൻഡിൽ നമ്മൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടത്തില്ലേ? അപ്പം നമ്മൾ ഹോസിൻ്റെ എൻഡിൽ ഫിംഗർ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഏരിയ കുറയ്ക്കുകയാണ് അല്ലേ? ഏരിയ കുറയ്ക്കുമ്പോൾ അതിനകത്തൂടെ വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടും. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, അടുത്തത് എന്താണ്? ബെർണോളീസ് പ്രിൻസിപ്പിൾ. ബെർണോളീസ് പ്രിൻസിപ്പിൾ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ പാസ്കൽസ് ലോ, ബെർണോളീസ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മുടെ ചാനലിൽ ബെർണോളീസ് പ്രിൻസിപ്പിൾ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് പ്ലസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ലിക്വിഡ് ഹാവിങ് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലേ? അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ആൻഡ് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. അത് പ്രൂവ് ചെയ്യാനും പഠിക്കണം. അതിൻ്റെ പ്രൂഫ് ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കഷ്ടപ്പെട്ട് ബെർണോളീസ് പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു പോയതാണ്, പക്ഷേ ഒന്നും ചോദിച്ചില്ല എന്നുള്ളത്. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഈ വർഷം ചോദിക്കാൻ ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ചു, അപ്പം ബോർഡ് എക്സാമിനും ഇംപ്രൂവ്മെൻറ്റ് ചോദിച്ചതുകൊണ്ട് ഇന്ന് ചോദിക്കില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, അതുപോലെ തന്നെ മോഡലിന് ചോദിച്ചതുകൊണ്ട് ബോർഡിന് ചോദിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് പറയുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അത് ഒരു എന്താ പറയുക, ഒരു 50-50 ചാൻസാണ്. ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അത് അവിടെ ചോദിക്കാൻ സാധ്യതയില്ല ഇവിടെ ചോദിച്ചത് കൊണ്ട് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പഠിക്കാതെ ഒന്നും പോകരുത് കേട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോറിസെല്ലീസ് തിയറം. ടോറിസെല്ലീസ് തിയറം എന്ന് പറയുന്നത് ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ടോറിസെല്ലീസ് തിയറം പറയുന്നത്. ടോറിസെല്ലീസ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ടാങ്ക്, ആ ഓപ്പൺ ടാങ്കിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓപ്പൺ ടാങ്കിൻ്റെ എൻഡിലൊരു ചെറിയ ഹോളുണ്ട്. ഓക്കെ, ഇത്രയാണ് വാട്ടർ ലെവൽ ഉള്ളത്. അപ്പോൾ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടാവും അല്ലേ? ആ വെള്ളത്തിൻ്റെ വെലോസിറ്റി ഞാൻ V എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റിയും ഇതേ ഹൈറ്റിൽ നിന്ന് തന്നെ ഒരു ബോഡി നമ്മൾ താഴത്തേക്ക് വീഴുകയാണെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അതാണ് ടോറിസെല്ലീസ് തിയറം. ടോറിസെല്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തിയറം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ടോറിസെല്ലീസ് തിയറം? ഒരു ടാങ്ക്, ഒരു ഓപ്പൺ ടാങ്കിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയും ആ വാട്ടറിൻ്റെ ലെവലിൽ നിന്ന് ഒരു ബോഡി ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. അതാണ് ടോറിസെല്ലീസ് തിയറം. ഓക്കെ, അടുത്തത് അതിൻ്റെ പ്രൂഫും ഉണ്ട് കേട്ടോ, എളുപ്പമാണ് പ്രൂഫ്. 10ാമത്തെ ചോദ്യം എന്താണ്? ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഇങ്ങനെ താഴത്തേക്ക് വരുവാണ്, ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു മീഡിയത്തിലൂടെ താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകും. ഈ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ബോഡി അങ്ങ് താഴത്തേക്ക് എത്താറായി കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകും. ഈ വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷേപ്ഡ് ബോഡിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ നമ്മളൊരു പിന്നെന്താണ് ഒരു എന്തെങ്കിലും ഒരു ലിക്വിഡിലൂടെ ആ ബോഡി താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്നു. അപ്പോൾ അത് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇക്വേഷൻ അല്ല, അതിൻ്റെ ഡെറിവേഷനും പഠിക്കാനുണ്ട്, പക്ഷേ ഇക്വേഷനും പഠിച്ച് വെക്കുക, കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഇതാണ് വരുന്നത്. ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2/9 r² g ഇൻറ്റു സിഗ്മ മൈനസ് റോ ബൈ ഈറ്റ. എന്താണ് R എന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ദ സ്ഫെറിക്കൽ ബോഡി. G ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സിഗ്മ എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞാൽ ആ ബോഡി ഏത് മീഡിയത്തിലാണോ പോകുന്നത് ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡിഫൈൻ ചെയ്യാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം +1 ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിലൊക്കെ അത് പഠിക്കാമേ. ഓക്കെ, അപ്പോൾ ഇതാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഡെറിവേഷനും ഭയങ്കര എളുപ്പമാണ്, നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്കും തരാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ്. അതിൻ്റെ ഡെറിവേഷൻ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ടെർമിനൽ വെലോസിറ്റി. അടുത്ത ചോദ്യം എന്താണ്? എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫ്ലൂയിഡ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം, കുറച്ച് വലിയ ചാപ്റ്റർ അല്ലേ, വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉള്ളതും ഒക്കെ ഡെറിവേഷൻസും ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ആണ്. അപ്പോൾ നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് പഠിക്കേണ്ടതാണ് കേട്ടോ. എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? പ്രഷർ ഇസ് ഈക്വൽ ടു 2s/r. എന്താണ് ഈ S എന്ന് പറയുന്നത്?
എസ് ഇസ് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ലിക്വിഡ് ഡ്രോപ്പ് ആണ്. അപ്പോൾ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർഫസ് ടെൻഷൻ കാരണം ഈ ലിക്വിഡിൻ്റെയൊക്കെ സർഫസ് ഏരിയ ഇങ്ങനെ കുറഞ്ഞു നിൽക്കും. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡിൻ്റെ ഓപ്പൺ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ കാരണമാണ്. ഈ സർഫസ് ടെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും മിനിമം സർഫസ് ഏരിയയിൽ ഇരിക്കാനാണ് നോക്കുക. അപ്പം നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ അങ്ങ് ചേർന്ന് നിൽക്കും അല്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഷേവിങ് ബ്രഷ് വെള്ളത്തിലൊന്ന് മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രിസിൽസ് എല്ലാം കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടാവും അല്ലേ. അത് എന്തുകൊണ്ടാണ്? ആ ബ്രിസിൽസിൻ്റെയൊക്കെ ഇടയിൽ വെള്ളം വരുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? അതിൻ്റെ സർഫസ് ഏരിയ കുറഞ്ഞിരിക്കാൻ നോക്കും. അപ്പോൾ അതിന് ചുറ്റിനുള്ള ആൾക്കാരെയും കൂടെ വലിച്ചിങ്ങനെ അങ്ങ് ചേർത്ത് വെക്കും. അതാണ് സർഫസ് ടെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ കാരണം ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ സർഫസ് ടെൻഷൻ കാരണം ഇതങ്ങ് ലിക്വിഡ് ഡ്രോപ്പ് അങ്ങ് ചെറുതാകുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടും. അതാണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? 2S/R. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ലിക്വിഡ് ബബിളിൻ്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4S/R ആണ്, ലിക്വിഡ് ബബിളിൻ്റെ കേട്ടോ. നെക്സ്റ്റ് 12ാമത്തത് കാപ്പിലറി റൈസ് ആണ്. കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് SN ഫോർമുല എന്ന് പറയും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഒരു ചെറിയ റേഡിയസ് ഉള്ള ഒരു ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന എത്ര ഹൈറ്റിലാണ് ഇത് റൈസ് ചെയ്യുക, അതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫോൾ ഓഫ് ലിക്വിഡും വരാൻ ചാൻസ് ഉണ്ട്. അതെടുത്തിരിക്കുന്ന ആ ലിക്വിഡ് എടുത്തിരിക്കുന്ന ട്രഫിൻ്റെ വാട്ടർ ലെവലിനെക്കാട്ടിലും അല്ലെങ്കിൽ അതിനകത്തുള്ള ലിക്വിഡിൻ്റെ ലെവലിനെക്കാട്ടിലും താഴത്തേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. ആ ലിക്വിഡിൻ്റെ കാപ്പിലറി ട്യൂബിൻ്റെ അകത്തുള്ള ലിക്വിഡിൻ്റെ ലെവൽ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതിനെ ഫോൾ ഓഫ് ലിക്വിഡ് എന്ന് പറയും. മറ്റേത് റൈസ് ഓഫ് ലിക്വിഡ് ആണ്. അപ്പോൾ ഫോൾ ഓഫ് ലിക്വിഡ് അധികം വരാം. മെർക്കുറിയാണ് എടുക്കുന്നതെങ്കിൽ ഫോൾ ഓഫ് ലിക്വിഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ വാട്ടറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ റൈസ് ഓഫ് ലിക്വിഡ് ആയിരിക്കും. റൈസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിതാ ഇങ്ങനെ ഒരു ട്രഫിനകത്ത് വാട്ടർ എടുത്തിരിക്കുക. ഇതൊരു കാപ്പിലറി ട്യൂബിനകത്ത് വെക്കുമ്പം ഇതിൻ്റെ നോർമൽ ഹൈറ്റിനെക്കാട്ടിലും കുറച്ച് ലിക്വിഡ് ഇതിൻ്റെ അകത്തേക്ക് റൈസ് ചെയ്യും. ഇതാണ് H എന്ന് പറയുന്നത്, കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മെർക്കുറിയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ലിക്വിഡ് ആണെങ്കിൽ ഇതാണ് കാപ്പിലറി ട്യൂബെങ്കിൽ കുറച്ച് താഴെയായിരിക്കും. നോർമൽ മെർക്കുറിയുടെ ലെവലിനെക്കാട്ടിലും താഴേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കാപ്പിലറി ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ വരുന്നത് H = 2S cos θ/R rho G. S എന്ന് പറയുന്ന സർഫസ് ടെൻഷനാണ്. തീറ്റ is angle of contact എന്ന് പറയും. R is the radius of the capillary tube. Rho is the density of the liquid and G is acceleration due to gravity. Angle of contact എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ +1 ബോർഡ് എക്സാമിൻ്റെ ആൻസർ കീ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ നമുക്കിനിയും റിപ്പീറ്റ് ചെയ്ത് അതൊക്കെ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയിട്ടല്ല, ഇനി നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, ബോർഡ് എക്സാമിനേഷൻ വരുന്നുണ്ട്. സോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫിസിക്സ് എത്രയും സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെയും വീഡിയോസ് ഉണ്ടാകും. എല്ലാം നിങ്ങൾക്ക് ഫുള്ളി ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻസ് മാത്രമാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് 2 മാർക്സിൻ്റെയും 1 മാർക്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിനകത്ത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ നമ്മളിനി ഫ്ലൂയിഡ്സിൻ്റെയും റൊട്ടേഷൻ്റെയും ഗ്രാവിറ്റേഷൻ്റെയും വർക്ക് എനർജി പവറിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഈ എക്സാമിനേഷന് മുന്നേ ആയിട്ടിടും, അതും ഒന്ന് കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.